ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെക്കുറിച്ച്, രണ്ട് ഭാഗങ്ങളെ സംബന്ധിച്ച് ചങ്ങമ്പുഴ എഴുതി. ലോകത്തുള്ള ഏതൊരു മനുഷ്യനാണെങ്കിലും, ഏതൊരു സമൂഹമാണെങ്കിലും, ആ സമൂഹം ജീവിതത്തിൽ നേരിടുന്ന രണ്ട് ഘട്ടങ്ങളെ സംബന്ധിച്ച് ചങ്ങമ്പുഴ എഴുതിയ വരികളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ജീവിതം മന്ത്രിക്കുന്നു, നിങ്ങളിൽ ചിലരെൻ്റെ പൂവനത്തണൽ തോറും സ്വപ്നം കണ്ടിരിക്കുമ്പോൾ, ചിലരൻ മണൽക്കാടിൻ മധ്യത്തിലൊരു തുള്ളി ജലം കിട്ടാതാർത്തരായി പൊരിയുന്നു. പൂന്തോപ്പിലിരിക്കുന്നോൻ എൻ നാമം പുകഴ്ത്തുമ്പോൾ, താന്തരായി മരുഭൂവിൽ നിൽക്കുന്നോൻ ശപിക്കുന്നു എന്ന്. ഇത് മനുഷ്യൻ്റെ രണ്ട് ഭാവങ്ങൾ, സുഖദുഃഖങ്ങളുടെ, അതുപോലെ തന്നെ പ്രയാസങ്ങളുടെയും സന്തോഷത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ അവസ്ഥകളെ സംബന്ധിച്ച് മാറി വരുന്ന, മിന്നിമറഞ്ഞു വരുന്ന മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെ സംബന്ധിച്ചാണ് ചങ്ങമ്പുഴ ഉദ്ദേശിച്ചതെങ്കിലും നമുക്കിന്ന് ഒരു കാൽപ്പനികവുമില്ലാതെ, കാൽപ്പനികമായ ഒരു തലത്തിലേക്കും പോകാതെ നേർക്കുനേരെ കാണാൻ കഴിയും രണ്ടു തരം മനുഷ്യരെ. ഒന്ന് പൂന്തോപ്പിലിരിക്കുന്നവരാണ്, നമ്മെപ്പോലെ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും കഥകൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും സല്ലപിച്ചും ആനന്ദിച്ചും ആഹ്ലാദിച്ചും കോമഡി പറഞ്ഞും കോമഡി ഷോ കണ്ടും അങ്ങനെ സുഖകരമായ ഒരു പൂന്തോപ്പിലിരിക്കുകയാണ് നമ്മൾ. എന്നാൽ മറുഭാഗത്ത് മണ്ണു കപ്പിക്കിടക്കുന്ന മനുഷ്യർ, നമ്മെപ്പോലെ മജ്ജയുള്ള മാംസമുള്ള, നമ്മുടെ എത്രയും പ്രായമില്ലാത്ത പിഞ്ചോമനകൾ, എട്ടും പൊട്ടും തിരിയാത്തവർ, കവിളിലെ ചുവപ്പ് മാറാത്തവർ, കാലിൻ്റെ വെള്ളയിലെ ചെഞ്ചുമപ്പ് മാറാത്തവർ, ആ നിറം മാറാത്തവർ, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം, ഒരു നേരത്തെ ആഹാരമില്ലവർക്ക്, ഉടുക്കാൻ വസ്ത്രമില്ലവർക്ക്, അവർക്ക് ഭക്ഷണമിടാൻ പാത്രമില്ല, ഒട്ടപ്പാത്രങ്ങളുമായി ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നവർ, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ആഴ്ചകളോളം, മാസങ്ങളോളം കരിപിടിച്ച കുപ്പായമിട്ട് തകർന്നു വീണ വീടിൻ്റെ മുന്നിൽ, സ്കൂളിൽ പോകാൻ സ്കൂളുകളില്ലാതെ, പള്ളികളില്ലാതെ, പള്ളിക്കൂടങ്ങളില്ലാതെ, ഒന്നുമില്ലാതെ തകർന്നു കിടക്കുന്ന ആ കരിങ്കൽ കൂനകൾക്കിടയിൽ അല്ലെങ്കിൽ സിമന്റ് കൂനകൾക്കിടയിൽ ഓടി നടക്കുന്ന പാവപ്പെട്ടവർ, കുടിയിറക്കപ്പെടുന്നവർ, സീനാ മരുഭൂമിയിൽ അനന്തമായി കെട്ടും കിടക്കയും എടുത്തുകൊണ്ട് യാത്ര പോകുന്നവർ, ആലോചിച്ച് നോക്കണം, ചിന്തിച്ച് നോക്കണം. ഒരേ അവസ്ഥയാണ്, ഒരേ കാലമാണ്. ഒന്ന് നമ്മൾ അറേബ്യൻ സമുദ്രത്തിൻ്റെ തീരത്ത്, അറേബ്യൻ സീയുടെ തീരത്ത്, കേരളത്തിൻ്റെ മണ്ണിൽ സുഖമായി ജീവിക്കുമ്പോൾ, മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ തീരത്ത് ഒരു സംഘം ആളുകൾ, നമ്മെപ്പോലെയുള്ള മക്കൾ, സ്കൂളില്ലാതെ, ഉടുപ്പില്ലാതെ, കുപ്പായമില്ലാതെ, വസ്ത്രമില്ലാതെ, ആഹാരമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല ലോകത്ത്, അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല ലോകത്ത്, അവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല ലോകത്ത്, അവരെ സഹായിക്കാൻ ആരുമില്ല ലോകത്ത്. കാരണം അത്രമാത്രം പ്രത്യേകമായി അരുകു ചേർക്കപ്പെട്ട ഒരു സമൂഹമായി, ടാർഗറ്റഡ് വിഭാഗമായി ഇവർ മാറുമ്പോൾ, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ഉള്ളുകൊണ്ട്, നമ്മുടെ കൽബ് കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മുടെ സിംബലുകൾ കൊണ്ട്, നമ്മുടെ ചിഹ്നങ്ങൾ കൊണ്ട്, നമ്മുടെ നടത്തം കൊണ്ട് അവരോട് ചേർന്ന് നിന്ന് അവരിൽ ഒരാളായി തീരാൻ നമുക്ക് സാധിക്കണം, അവരിൽ ഒരാളായി തീരാൻ നമുക്ക് കഴിയണം. നമ്മുടെ ചെറിയ ആ ശബ്ദം ഉറക്കെ അലറി വിളിച്ച് അവർക്ക് വേണ്ടി പറയാൻ, നമ്മുടെ കുഞ്ഞു ശബ്ദമെങ്കിൽ ആ കുഞ്ഞു ശബ്ദം അത് ഉറക്കെ ഒന്ന് വിളിച്ചു പറയാൻ, അങ്ങനെയെങ്കിലും അവരോടൊന്ന് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അവരെ ചേർത്തു വെക്കണം നമ്മിലേക്ക്. മറന്നു പോകരുത്. മുൻഗാമികൾ മറന്നിട്ടില്ല. റസൂലുള്ളാഹിയുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഒരാളും ഫലസ്തീൻ എന്ന മണ്ണിനെ മറന്നിട്ടില്ല. ഉമർ ഖത്താബ് ആകട്ടെ, ഖാലിദ് ബിൻ വലീദ് ആകട്ടെ, അബൂ ഉബൈദത്തുൽ ജറാഹ് ആകട്ടെ റളിയല്ലാഹു അൻഹും, അവിടെ മുതൽ ഇങ്ങോട്ട് നമുക്കറിയാം 12ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ കടന്നു വന്ന ധീരനായ ലയൺ ഹാർട്ട് എന്ന് വിളിക്കപ്പെട്ട റിച്ചാർഡ് ട്യൂബിനോട് പോലും, അഥവാ ഫ്രഞ്ചും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും കൊടുങ്കാറ്റ് പോലെ ആർത്തിരമ്പി വന്നപ്പോഴും അവരോട് തലകുനിച്ചു നിൽക്കാതെ നെഞ്ചി വിരിച്ചു നിന്ന് പോരാടിയ സലാഹുദ്ദീൻ അയ്യൂബി അടക്കം അവിടെ നിങ്ങോട്ടുള്ള നിരവധി ആളുകൾ ഫലസ്തീനെ ചേർത്ത് വെച്ചവരാണ്, നെഞ്ചിനോട് ചേർത്ത് വെച്ചവരാണ്. നമുക്കും ബാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ദുആ ചെയ്യുകയാണ് ആ നാടിനു വേണ്ടി, ആ മണ്ണിൻ്റെ മോചനത്തിനു വേണ്ടി, അവിടെ അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി. മാത്രമല്ല അതിലുപരി ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. തൂബാ ലിശ്ശാം, ഷാമിന് ആശംസകൾ. ഇന്നത്തെ ലബനാനും ഫലസ്തീനും ജോർദാനും സിറിയയും അടക്കുന്ന ഷാമിന് ആശംസകൾ എന്ന് അല്ലാഹുവിൻ്റെ റസൂല് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന് മനസ്സിലായില്ല. എന്തേ കാരണം? അന്ന്
ആ ഷാം ഭരിക്കുന്നത് റോമൻ എംപയറാണ്, റോമൻ ഭരണകൂടമാണ്. റോമൻ എംപയർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഷാം ആ ഭാഗത്തേക്ക് കയ്യുയർത്തി തൂബാ ലിശ്ശാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലം മുമ്പ് പറയുമ്പോൾ പ്രവാചകന്റെ കൂടെയുള്ള സഹാബത്തിന് കാര്യം തിരിഞ്ഞില്ല. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇവ ഇങ്ങനെ പറയുന്നത്? റോം ഭരിക്കുന്ന റോമക്കാർ ഭരിക്കുന്ന ഷാമിനെ നോക്കിയിട്ട് തൂബാ ലിശ്ശാം എന്ന് എന്തിനാണ് അങ്ങനെ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റബ്ബിന്റെ മാലാഖമാർ, പടച്ചവന്റെ മാലാഖമാർ, മലായികത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാലാഖമാർ അവരുടെ ചിറകുകൾ വിരിച്ച് ഷാമിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കവചം തീർത്തുകൊണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെ പൊലിഞ്ഞു വീഴുന്ന ജീവനുകൾ അവരെ ഏറ്റെടുക്കുന്നത് മലക്കുകളാണ്. അവരെ വാനലോകത്തേക്ക് സ്വർഗീയമായ ആരാമത്തിലേക്ക് കൊണ്ടുപോകുന്നത് മലക്കുകളാണ്. മാത്രമല്ല, വരാനുള്ള നാളുകളിൽ അവിടെ സമാധാനത്തിൻ്റെ കുളിർമഴ പെയ്യിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന റബ്ബിൻ്റെ മലായികത്തുകൾ, പ്രത്യേകമായി അതിനുവേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കുന്ന കമാൻഡോ മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്നത് ആ നാട്ടിലേക്കാണ്. മഹാനായ ഇമാം മഹ്ദി കടന്നു വരുന്നത് ആ നാടിൻ്റെ മോക്ഷത്തിനും മോചനത്തിനും വേണ്ടിയാണ്. ഇത് 14 മുമ്പ് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ പ്രവാചകനുണ്ട്, ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഫലസ്തീൻ്റെ നൊമ്പരം നമ്മുടെ നൊമ്പരമാണ്, ഫലസ്തീൻ്റെ ചിരി നമ്മുടെ ചിരിയാണ്, ഫലസ്തീൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്, അവിടുത്തെ ആനന്ദം നമ്മുടെ ആനന്ദമാണ്. ഇത്